ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ഡോക്ടറെ വടിവാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമമുണ്ടായി. ഡോക്ടർ വിപിനെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുകാരിയുടെ പിതാവ് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അതിഗുരുതര സാഹചര്യത്തിലെത്തിച്ച കുട്ടിക്ക് ചികിത്സ നൽകിയില്ല എന്നാരോപിച്ചായിരുന്നു ആക്രമണം ആരോഗ്യമന്ത്രിക്കും ആരോഗ്യ വകുപ്പിനും കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും സമർപ്പിക്കുന്നുവെന്ന് പ്രതിയായ സനൂപ് പറഞ്ഞു. മന്ത്രി വീണ ജോർജ്, ആരോഗ്യവകുപ്പ്, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ഇത് അല്ല ആക്രമണമല്ല, ഇത് ഡെഡിക്കേറ്റ് ചെയ്യാം അവർക്ക്. ഞാൻ ചെയ്തെന്താന്നുള്ളത് ഡെഡിക്കേറ്റ് ചെയ്യാം അവർക്ക്. മന്ത്രി വീണ ജോർജ്, ആരോഗ്യവകുപ്പ്, സൂപ്രണ്ട്. രാവിലെ കുട്ടിയെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടും ഉച്ചയ്ക്ക് ശേഷം 2:30-ക്കാണ് ട്രിപ്പ് പോലും കൊടുത്തത്. 3:30-ക്ക് ആംബുലൻസിന് ആവശ്യപ്പെട്ടിട്ട് 1 മണിക്കൂർ വൈകിയെന്നും അമ്മ പറയുന്നു. രാവിലെ കൊണ്ടുപോയ കുട്ടിക്ക് 1 മണിക്ക് ശേഷം കുട്ടി ക്ഷീണിച്ചിട്ടും അവരതിന് വേണ്ട പരിചരണമോ ഒന്നും നൽകിയിട്ടില്ല. 2:30-ക്ക് ശേഷം 2:30-3 മണിയോട് സമയത്തോടു കൂടി ഞാൻ സിസ്റ്ററിൻ്റെ കൂടെ ഒന്ന് വഴക്ക് പോലെ സംസാരിച്ചതിന് ശേഷമാണ് ഡ്രിപ്പ് ഇട്ടത്. 3:30-ക്ക് ശേഷം ആംബുലൻസ് വിളിച്ചിട്ട് 4 മണിക്കാണ് ആംബുലൻസ് എത്തിയത്. നമ്മൾ കൊണ്ടുപോയത് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ കോളേജിൽ നിന്നല്ല മരിച്ചത്, കുട്ടി വഴിയിൽ നിന്നാണ് ഡെത്തായിട്ടുള്ളതെന്ന് പറഞ്ഞ് വഴിയിൽ നിന്ന് ഞാൻ പൾസ് നോക്കിയതാണ്. ആ സമയത്തും കുട്ടിക്ക് പൾസ് ഉണ്ടായിരുന്നു. എന്നിട്ടും അതിനുശേഷം ഹോസ്പിറ്റലിൽ എത്തുന്ന കുറച്ച് മുന്നെയാണ് കുട്ടി ഡെത്തായി പോയിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് അപ്പോൾ അവർ പറയുന്നത് റിസൾട്ട് അമീബിക്കല്ല കുട്ടിക്ക് വന്നത്. കുട്ടിക്ക് വെറും പനി ബാധിച്ച് കയ്യിൽ നിന്ന് പോയതാണ് കുട്ടി. അത് നേരത്തെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. അതാണ് അദ്ദേഹത്തിന് ഇത്രയും ഈ ഒരാഴ്ച അദ്ദേഹം ഭയങ്കര ഡിസ്റ്റർബായിരുന്നു. പ്രധാന കാരണം ഇതാണ്. നമ്മൾ ഈ 2 വയസ്സായപ്പോഴും നമ്മൾ സമാധാനിച്ച് നമ്മൾ സാധാ ജീവിതത്തിലേക്ക് പോയോണ്ടിരിക്കായിരുന്നു പിള്ളേരെയും കൂട്ടിയിട്ട്. ഇതാണല്ലോ അമീബിക്കാണല്ലോ, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. പക്ഷേ ഇപ്പോൾ അതും കൂടി അല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ച് നമ്മൾ സമാധാനിക്കും നമ്മുടെ കുട്ടിയുടെ കാര്യത്തിൽ. ബെൻസനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബെൻസൺ, കേരളം മുഴുവൻ ഞെട്ടിത്തരിച്ചു ഈ ഒരു വാർത്ത കേട്ടിട്ട് എന്നുള്ളതാണ്. ഒരുപാട് ചോദ്യങ്ങളാണ് അവിടെ ബാക്കിയാകുന്നത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനം ആ കുട്ടി എങ്ങനെയാണ് മരിച്ചത് എന്നതടക്കമുള്ള കാര്യത്തിൽ ദുരൂഹതയുണ്ട് എന്ന് കുടുംബം പറയുന്നു. അതുപോലെ തന്നെ ആശുപത്രിയിലെത്തി ഒരു ഡോക്ടറെ ആക്രമിക്കുമ്പോൾ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയുണ്ട്. നിലവിൽ ഇപ്പോൾ പരിക്കേറ്റ ഡോക്ടറിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ്? അതീവ ഗുരുതരമല്ല എന്ന് പറയുന്നു എങ്കിൽ പോലും ഓപ്പറേഷൻ അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടറുടെ ആരോഗ്യനില എങ്ങനെയാണ്? തുടർന്നുള്ള സംഭവവികാസങ്ങൾ, പ്രതിഷേധങ്ങൾ ഒക്കെ ഏതു രീതിയിലാണ്? പരിക്കേറ്റ ഡോക്ടർ വിപിന്റെ അവസ്ഥ അതീവ ഗുരുതരമല്ല എന്ന് തന്നെയാണ് ആശുപത്രിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ അദ്ദേഹം ചികിത്സയിലുള്ളത്. തലയ്ക്കാണ് മുറിവേറ്റിട്ടുള്ളത്. ഒരു വെട്ട് മാത്രമാണ് ഏറ്റിട്ടുള്ളത്. അത് അധികം ആഴത്തിൽ ആ മുറിവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തലയോട്ടി പൊട്ടിയിട്ടുണ്ട്. അത് തലച്ചോറിനെ ബാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമുണ്ട്. ആ ശസ്ത്രക്രിയ മറ്റൊന്നിനുമല്ല, അത് ഇത് തുന്നിച്ചേർക്കുന്നതിന് വേണ്ടിയുള്ള ശസ്ത്രക്രിയയാണ് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തലയ്ക്ക് ഏറ്റ പരിക്കായതിനാൽ തന്നെ കുറച്ച് ദിവസങ്ങൾ അതിന്റെ ഒബ്സർവേഷൻ തുടരേണ്ടതുണ്ട് എന്നും ആശുപത്രിയിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ അവസ്ഥ അത്രത്തോളം ഗുരുതരമല്ല എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് ഇത്തരത്തിലൊരു അക്രമം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നത്. ഓഗസ്റ്റ് 14-ാം തീയതിയാണ് ഈ അക്രമിയായിട്ടുള്ള സനൂപിന്റെ മകൾ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കുന്നത്. അന്ന് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുമ്പോഴാണ്. പ്രാഥമിക ഘട്ടത്തിൽ ഈ കുട്ടിക്ക് പനി വന്നപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു ചികിത്സയ്ക്കായി എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ച് ഈ രോഗം കണ്ടെത്താൻ, അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന് കണ്ടെത്താൻ ഈ ആശുപത്രി അധികൃതർക്ക് അല്ലെങ്കിൽ അവിടുത്തെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് പനി മൂർച്ഛിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അവിടെ ചികിത്സയിലിരിക്കുമ്പോഴാണ് കുട്ടി മരിക്കുന്നത്. മരിച്ചതിന് ശേഷമാണ് മരണകാരണം അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ ഈ കുടുംബം, സനൂപ് അടക്കമുള്ള പിതാവായിട്ടുള്ള സനൂപ്, മാതാവ്, അതോടൊപ്പം തന്നെ ഈ കുടുംബം പൂർണ്ണമായും തന്നെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്ത് വലിയ രീതിയിലുള്ള ചികിത്സാ പിഴവുണ്ട്, ഗുരുതര വീഴ്ചയുണ്ട് എന്ന ആക്ഷേപം ആ സമയത്ത് തന്നെ ഉയർത്തുന്നുണ്ടായിരുന്നു, പരാതിയായിട്ട് തന്നെ ഉയർത്തുന്നുണ്ടായിരുന്നു. അന്ന് ആശുപത്രി നൽകിയിട്ടുണ്ടായിരുന്ന വിശദീകരണം പനി എന്ന നിലയിലാണ് നമ്മൾ ചികിത്സ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പോലെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യം അല്ലെങ്കിൽ രോഗം കണ്ടെത്താനുള്ള ഒരു സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ അതിനുള്ളൊരു സംവിധാനം താലൂക്ക് ആശുപത്രിയിൽ ഇല്ല. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്
ഉടനെ തന്നെ റഫർ ചെയ്യുകയും തുടർ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തത് എന്നതായിരുന്നു. അത്തരത്തിലൊരു വിശദീകരണമായിരുന്നു അന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ തൻ്റെ മകൾ മരിച്ചത് താമരശ്ശേരി താലൂക്ക് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയിൽ നിന്നാണ് എന്ന ഒരു വിഷമം, എന്നൊരു പക ഇത്രയും ദിവസം അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു. അതാണ് ഇന്നൊരു അക്രമത്തിൻ്റെ നിലയിലേക്ക് പോയത് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇയാൾ ഇന്ന് ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്നത്. കൂടെ 2 മക്കളും ഉണ്ടായിരുന്നു. കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിലായിരുന്നു ഈ ആക്രമണത്തിന് ഉപയോഗിച്ച വാള് ഇയാൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെയായിരുന്നു ലക്ഷ്യം വെച്ചത് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്ന് തന്നെയാണ് ഇയാൾ മൊഴിയും നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ താലൂക്ക് ആശുപത്രിയിലെ ഈ സൂപ്രണ്ടിന്റെ മുറിയിൽ ആ സമയത്തുണ്ടായിരുന്നത് സൂപ്രണ്ട് ആയിരുന്നില്ല. സൂപ്രണ്ടിന് പകരം ഇപ്പോൾ ഈ പരിക്കേറ്റിട്ടുള്ള ആക്രമണത്തിനിരയായിട്ടുള്ള വിപിൻ ഡോക്ടർ ആയിരുന്നു ഉണ്ടായിരുന്നത്. സൂപ്രണ്ട് മറ്റൊരിടത്തായിരുന്നു ഉണ്ടായിരുന്നത്. സൂപ്രണ്ടാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് ഇദ്ദേഹത്തെ ആക്രമിച്ചത് എന്നും മൊഴി ഇയാൾ നൽകിയിട്ടുണ്ട്. പെട്ടെന്ന് റൂമിലേക്ക് കയറി ചെല്ലുന്നു, വെട്ടുമ്പോൾ തലയ്ക്കായിരുന്നു പരിക്കേറ്റത്. നേരിട്ട് ഈ ഡോക്ടർ തന്നെ ഈ വെട്ട് തടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വലിയ രീതിയിൽ ആഴത്തിൽ മുറിവ് ഉണ്ടാവാതെ പോയത്. ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നു. അങ്ങനെ അത്തരത്തിലൊരു ആക്രമണമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പ്രതിഷേധമടക്കം തുടർ പ്രതിഷേധങ്ങളടക്കം ഡോക്ടർമാർ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ വിവരങ്ങളാണ് ബെൻസൺ ബാബു നൽകിയത്.